ഹായ് ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏത്തപ്പഴവും അതുപോലെ കുറച്ച് റവയും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് നമ്മുടെ ബനാന റവ ബോൾ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇൻസൈഡ് വളരെ സോഫ്റ്റ് ആണ്, പുറമെ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട് ആ റവയുടെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബനാന റവ ബോൾ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ ആക്കാം, 3 ടേബിൾ സ്പൂൺ ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മധുരത്തിന് വ്യത്യാസം വരുത്താം. പിന്നെ എടുത്തിട്ടുള്ളത് നെയ്യാണ്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം നമ്മളിതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുമ്പോൾ വഴറ്റിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴം വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഴം ഒന്ന് കുക്കായി കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പഴത്തിൻ്റെ കളറ് മാറി പഴം കുക്കായി ഉടഞ്ഞു വരും. അതുവരെ നമ്മളൊരു 2-2.5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഴത്തിലേക്ക് ഒന്നും ചേർക്കേണ്ട. പഴം ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പഴം ഒന്ന് കുക്കായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് കുക്കായി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് മധുരം ചേർക്കുന്നില്ല. നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പഴത്തിലേക്ക് നന്നായിട്ട് തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും എല്ലാം മിക്സായി വരണം. പഞ്ചസാരയൊക്കെ മെൽറ്റായി പഴത്തിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്ന അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കണം എന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺസിസ്റ്റൻസി കുറച്ച് വ്യത്യാസം വരും. കുറച്ച് കൂടുതൽ സമയം നമ്മൾ ഇളക്കി ആ ഒരു ശർക്കരപ്പാനി വറ്റിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർത്തിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഒരു 1/2 മിനിറ്റും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പഴത്തിലേക്ക് പിടിച്ചു വരും. ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ തന്നെ കഴിക്കാം. ഇതുപോലെ തന്നെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനും കൂടി കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ചൂടാകുമ്പോൾ കയ്യിലേക്ക് പഞ്ചസാര ഒട്ടിപ്പിടിക്കും. നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ നമുക്ക് ചൂട് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ഇളം ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ബോൾസോ കട്ട്ലറ്റ് ഷേപ്പോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബോൾ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ചെറിയ ബോൾ ഷേപ്പിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം കുക്കായി കിട്ടാനാണ് നമ്മൾ ചെറിയ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ റവയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന് റവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഞാനിപ്പോൾ ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് റവയിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം ബോൾസ് എല്ലാം നമ്മൾ റവയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചൂടായി പോരുത്, ഒരു മീഡിയം ചൂടാവുക. ഇത് നമുക്ക് ഷാലോ ഫ്രൈയും ചെയ്യാം, ഡീപ്പ് ഫ്രൈയും ചെയ്യാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ വല്ലാതെ ചൂടാവുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവയാണ്, റവ മാത്രമേ കുക്കായി വരാനുള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ആ ബബിൾസ് വന്ന് തുടങ്ങുന്ന ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഒരെണ്ണം ഇട്ടിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യുക, ഒന്ന് ചൂടായി മാറി വരുമ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ ഷാലോ ഫ്രൈ ആണെങ്കിലും ഡീപ്പ് ഫ്രൈ ആണെങ്കിലും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് പരന്ന പാനിലും ചെയ്യാം, ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പോലെ ഇതുപോലെ ചീനച്ചട്ടിയിലും ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നും പതുക്കെ ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റവ ആയതുകൊണ്ട് കൂടുതൽ എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോട്ടിങ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. സൈഡ് മാറി മാറി ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലിട്ടതിൻ്റെ ഒരുമിച്ച് തന്നെ അടുത്ത സൈഡിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ റവയ്ക്ക് പകരം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. റവ പിടിക്കുന്നത് പോലെ നമ്മുടെ ബ്രെഡ് ക്രംസ് പഴത്തിലേക്ക് പിടിച്ചു വരില്ല. അതുകൊണ്ട് നമ്മൾ മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട്, പഴംപൊരി പോലെ മൈദയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് റവ ആവുമ്പോൾ നമുക്ക് വേഗം തന്നെ കോട്ട് ചെയ്തെടുക്കാം. റോസ്റ്റഡ് റവ എടുക്കാം, അൺറോസ്റ്റഡ് റവ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 5 എണ്ണമേ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ബാച്ച് ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പഴമല്ലേ, അധികം ബലം കൊടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് എടുക്കാം. വേഗം തന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. വേഗം തന്നെ ഫ്രൈ ആയി വരും കേട്ടോ, അധികം സമയം എടുക്കില്ല. ഒന്ന് റവയുടെ കളർ മാറി വരണം, അത്രയേ ഉള്ളൂ. റവ മാത്രമേ കുക്കായി വരാനുള്ളൂ. അപ്പോൾ റവയുടെ കളർ മാറി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. പതുക്കെ ഇളക്കി കൊടുക്കുക, അധികം ഇട്ട് ഇളക്കി കൊടുക്കരുത്, പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ റവ ബനാന ബോൾസ് ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റാം. ഇതുപോലെ ബാക്കി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക്, ഈ വലിപ്പത്തിലാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ബനാന റവ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ കുട്ടികൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.